എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ പലഹാരമായ കുടലപ്പമാണ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത അരിപ്പൊടിയാണിത്. ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ ഉള്ള പൊടിയാണ് എടുക്കേണ്ടത്. പുട്ടിൻ്റെ പൊടി എടുക്കരുത്, വളരെ നേർത്ത പൊടിയായിരിക്കണം. ഈ മാവിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. ഒരു 7-8 ചെറിയ ചുവന്ന ഉള്ളിയും 4 വെളുത്തുള്ളിയും ഒരു നല്ല ജീരകം 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. 2 പിടി ചിരകിയ തേങ്ങ എടുക്കുന്നുണ്ട്. ഇത് അരക്കപ്പോളം വരും, നിറച്ചില്ല. ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലർ മുളക് പൊടി ചേർക്കും. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതേ ചേർക്കാവൂ അതേ ചേർക്കാവൂ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് രുചിഭേദങ്ങൾക്ക് മാറ്റം വരുത്തിയാൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഒരു തോരൻ്റെ പരുവമല്ല, കുറച്ചുകൂടി ഒന്ന് അരയണം. അപ്പോൾ അങ്ങനെ അരച്ച് എടുത്തിട്ടുള്ള അരപ്പാണിത്. ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. 2 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ 3 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ തിളച്ച വെള്ളം ചൂടോടുകൂടി തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാവ് നന്നായി പരത്തിയെടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോവും. ഇപ്പം മുഴുവൻ വെള്ളവും ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. മാവ് നല്ല ചൂടാണ്. ഒരല്പം തണുത്തതിന് ശേഷം കുഴച്ചെടുക്കാം. ഇത് ചൂടോട് കൂടി വേണം കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ മാവിന് ചൂടുണ്ടെങ്കിലും കുഴച്ചെടുക്കാൻ പറ്റിയ ഒരു പരുവാണ്. ഈ മാവിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർക്കുന്നുണ്ട്. ഇനി കറുത്ത എള്ള് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയും ഉണ്ടാക്കാം. കറുത്ത എള്ള് കൂടി ഇടുമ്പോൾ ആ ഒരു കുഴലപ്പം കാണാനൊരു ഭംഗിയാണ്. ഇടയ്ക്ക് ആ എള്ള് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഇനി നന്നായി മാവ് കുഴച്ചെടുക്കാം. ഉപ്പ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർത്തതിന് ശേഷം നന്നായി കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവാണ്. ഇനി ഇത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ചപ്പാത്തി പ്രസ്സറിൽ വെച്ചാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. 2 പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം ചപ്പാത്തി പ്രസ്സറിലേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഈ ചപ്പാത്തി പ്രസ്സറിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കണം, എങ്കിലേ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് അവിടെ ഒട്ടിയിരിക്കുള്ളൂ. പ്ലാസ്റ്റിക് ഷീറ്റിൽ എണ്ണ തേച്ചതിന് ശേഷം ചപ്പാത്തി പ്രസ്സറിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കാം. ചെറിയ ഒരു ബോളിൻ്റെ രൂപത്തിൽ മാവ് എടുത്തതിന് ശേഷം ചപ്പാത്തി പ്രസ്സറിൽ വെച്ച് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ബലം കൊടുത്ത് പ്രസ് ചെയ്യരുത്. അങ്ങനെ പ്രസ് ചെയ്താൽ അരിയൊക്കെ വളരെ നേർത്ത് പോവും, ചുരുട്ടിയെടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോവും. ഇനി ഇതിൻ്റെ അറ്റം പതുക്കെ എടുത്ത് ഒന്ന് ചുരുട്ടിയെടുക്കണം. പതുക്കെ അങ്ങ് ചുരുട്ടിയെടുത്താൽ മതി, കുടലിൻ്റെ രൂപത്തിലായിക്കോളും. ചുരുട്ടിയെടുത്തതിന് ശേഷം അറ്റം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് ഒട്ടി അവിടെ ഇരുന്നോളും. ഇപ്പോൾ കുടലില്ലാതെ തന്നെ കുടലിൻ്റെ രൂപത്തിൽ ചെയ്തെടുക്കാം. മറ്റൊരു രീതി കൂടി കാണിക്കാം. ചപ്പാത്തി പ്രസ്സർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. 2 പാത്രം വേണം, അതുപോലെ തന്നെ 2 പ്ലാസ്റ്റിക് ഷീറ്റും വേണം.
ഈ പാത്രത്തിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അല്പം എണ്ണ തടവി കൊടുക്കാം. 2 പ്ലാസ്റ്റിക് ഷീറ്റിലും എണ്ണ തടവി കൊടുക്കണം. പ്ലാസ്റ്റിക് പേപ്പറിൽ നന്നായി എണ്ണ തടവിയതിന് ശേഷം ഒരല്പം മാവെടുത്ത് ഒരു ബോളിൻ്റെ രൂപത്തിലാക്കിയെടുക്കണം. അത് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം ഈ മാവിൻ്റെ പുറത്തേക്ക് നേരത്തെ എണ്ണ തടവി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് വയ്ക്കാം. ഇനി മറ്റൊരു പാത്രം വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ബലം കൊടുത്ത് പ്രസ് ചെയ്യരുത്. അങ്ങനെ പ്രസ് ചെയ്താൽ ചിലപ്പോൾ അരികൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. നേരത്തെ ചപ്പാത്തി പ്രസറിൽ ഉരുട്ടിയെടുത്തതുപോലെ ഈ ഷീറ്റിൽ വെച്ചും ഇതേപോലെ ഉരുട്ടിയെടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ച് തള്ളവിരൽ അകത്തോട്ട് കയറ്റി 2 സൈഡും മടക്കിയെടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായി ഒട്ടിക്കോളും. ഈ രൂപത്തിലും ചെയ്തെടുക്കാം. ഏതുതന്നെ ആയാലും ഒരു കുഴലിൻ്റെ രൂപത്തിൽ കിട്ടണമെന്നേ ഉള്ളൂ. ഇപ്പോൾ മുഴുവൻ മാവ് ഞാൻ കുഴലിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് കോരിയെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണോ ഉപയോഗിക്കാം. എണ്ണ പെട്ടെന്ന് ചൂടായി കിട്ടുന്നതിന് വേണ്ടി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം എണ്ണ ചൂടാക്കിയെടുക്കാൻ. ഇനി ഇത് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. എല്ലാം കൂടെ തിങ്ങി ഞെരിങ്ങിയിട്ട് വറുത്ത് കോരിയെടുക്കരുത്. 2-3 എണ്ണം ചേർത്ത് വറുത്ത് കോരിയെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം വറുത്ത് കോരിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്ത് കോരിയെടുക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്ത് കോരിയെടുത്താൽ മുകൾ ഭാഗം പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും, എന്നാൽ ഉൾഭാഗത്തോട്ട് മൊരിഞ്ഞ് കിട്ടുകയില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനും എന്നാൽ നന്നായി മൊരിഞ്ഞും ഉൾഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞ് വരാനും ഒക്കെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ വറുത്ത് കോരിയെടുക്കാവൂ. മുഴുവനും ഞാൻ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഒടിച്ച് കാണിക്കാം. ഉൾഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പിനെസ്സാണ്. ചായക്കൊപ്പം കറുമുറയെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. നമ്മുടെ നാടൻ രീതിയിൽ ചായയിൽ മുക്കിയും കഴിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം.